വയനാട് ദുരന്തം ഇന്ന് കേരളം ആകെ ചർച്ച ചെയ്യപ്പെടുക, രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. CPM-ൻ്റെ ഭാഗത്തുള്ള പ്രചരണം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷമാണ് ഇതിനൊക്കെ ഉത്തരവാദി. ഇതിന് പൊതുജനത്തോട് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനല്ല, പ്രതിപക്ഷത്തിനാണ്. ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടല്ലേ ശരിക്കും? 100% ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് ഇപ്പോൾ CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അവരെ കുറ്റം പറയുള്ളൂ. കാരണം അവർക്ക് ഇതെന്നോ വെട്ടി തുറന്ന് പറയാവുന്ന കാര്യമാണ്. അവർ പറയേണ്ടതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. സർക്കാരിൻ്റെ കയ്യിൽ ജനങ്ങൾ കൊടുത്തിട്ടുള്ള 774 കോടി രൂപയും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള 943 കോടി രൂപയുണ്ട്. നമ്മൾ UDF LDF കേന്ദ്രത്തിനെതിരായതുകൊണ്ട് നമ്മൾ പറയുന്ന കേന്ദ്രം തന്നിട്ടില്ല എന്നല്ല, നമ്മൾ ആവശ്യപ്പെട്ടത് തന്നിട്ടില്ല. പക്ഷേ കേന്ദ്രവും 943 കോടി രൂപ തന്നിട്ടുണ്ട്. 1600-ലധികം കോടി രൂപ കൈവശം വെച്ച ഗവൺമെൻറ് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? 178 പേർക്ക് മാത്രം വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതായിട്ടുണ്ടോ? നമ്മൾ വയനാട്ടുകാരല്ലേ, നമ്മളെ തൊട്ടടുത്ത്. ശരിക്കും ഈ ടൗൺഷിപ്പിന് ഗവൺമെൻറ് വകയിരുത്തിയ സംഖ്യ എത്രയാണ്? ഗവൺമെൻറ് അതൊരു വലിയ തമാശേ. ഗവൺമെൻറ്റിൻ്റെതായിട്ട് ബജറ്റിൽ ബാലഗോപാൽ 700 കോടി രൂപ പറഞ്ഞിരുന്നു. പക്ഷെ ബജറ്റ് വകയിരുത്തിയെന്ന് ഒരു രൂപയും ചെലവഴിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് കേവലം 300 കോടിയായിട്ടാണെന്ന് തോന്നുന്നു പറയും. 300 കോടി രൂപ 300 കോടിയാണ്. അതിൽ എലസ്റ്റൺ എസ്റ്റേറ്റിന് പൈസ 40 കോടിയാണ്. അത് കൊടുത്തിട്ടില്ല. അതിലേക്കാണ് വരേണ്ടത്. എലസ്റ്റൺ എസ്റ്റേറ്റിന് കൽപ്പറ്റയിൽ ഇപ്പോൾ സഖാക്കൾ പറയുന്നത് 15 ലക്ഷം രൂപയുടെ സെന്റിന് 15 ലക്ഷം രൂപ ഉണ്ട്. സെന്റിന് 5. അവിടെ പട്ടയമുള്ള തോട്ടം ഭൂമി അല്ലാത്ത സാധനത്തിന് തന്നെ ഇപ്പോഴും ബൈപ്പാസിൽ ഒരു 3 ലക്ഷം രൂപ സെന്റിന് അതിൻ്റെ താഴോട്ട് കിട്ടും. 3 ലക്ഷം രൂപ വില അല്ലേ ബൈപ്പാസ്? അല്ല, അതിപ്പോ അത് പട്ടയ ഭൂമിക്ക്, തോട്ടം ഭൂമിക്ക് അവിടെ സർക്കാർ കോടതി പോയില്ലേ? ഇത് കിട്ടേണ്ട ഭൂമിയാണ്. അപ്പൊ 40 കോടി ഇല്ലല്ലോ. സ്ഥലം യഥാർത്ഥത്തിൽ അത് ഫ്രീ ആണ്. ബാക്കി 40 കഴിഞ്ഞാൽ 260 കോടി രൂപ ടെൻഡർ ഇല്ലാതെ ഈ കൊടുക്കുകയാണ്. ഓക്കെ, സമ്മതിക്കാം. അതിൽ എല്ലാ റോഡുകളും ബാക്കിയുള്ള അമ്യൂണിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ പോലും ഇപ്പോഴൊരു 10-12 കോടി രൂപക്ക് റോഡ്, ബാക്കി കിണർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവർ പണി തീരുമ്പോഴന്നെ ആകെ 410 വീട് ടോട്ടൽ വരുള്ളൂ. അതിൽ ലീഗ് കൊടുത്തതും ബാക്കി കൊടുത്തതൊക്കെ ഒഴിയുമ്പോൾ 300-ന്റെ താഴെ വീട് ആവശ്യമായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഒരു വാഗ്ദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് 178. കഴിഞ്ഞ മാർച്ച് 1-നാണ് ഉദ്ഘാടനം നടന്നത്. അതിനു മുമ്പ് MLA പറഞ്ഞു ഇതൊരു എലക്ഷൻ സ്റ്റണ്ടാണ്. കാരണം അവിടെ താമസക്കാർക്ക് വെള്ളമില്ല, വെളിച്ചമില്ല, താമസിക്കാനുള്ള യാതൊരുവിധ ഫെസിലിറ്റീസും ഇല്ല. അതിനു മുമ്പാണ് ഇവർ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ MLA അന്ന് കൂക്കി വിളിക്കുന്നത് കേരളം കണ്ടതാണ്. പക്ഷെ ഇന്ന് MLA പറഞ്ഞെടുത്താണ് യാഥാർത്ഥ്യമെന്ന് ഇരകൾ തന്നെ പറയാൻ തുടങ്ങി. ആയിട്ടുള്ള ശ്രദ്ധിക്കാനുള്ള എന്താണ്, ഇതൊന്നും സർക്കാർ ചെയ്തില്ല. മുസ്ലിം ലീഗ് വ്യാപാരികൾക്ക് ആദ്യം പൈസ കൊടുത്തു, എല്ലാ ദുരന്തബാധിതർക്കും കൊടുത്തു. ആരും ശ്രദ്ധിക്കാത്ത ഓട്ടോറിക്ഷ കൊടുത്തു, ജീപ്പ് കൊടുത്തു. മാത്രമല്ല ഒട്ടേറെ കടകൾ തുടങ്ങി കൊടുത്തു, ഒട്ടേറെ ഹോട്ടലുകൾ തുടങ്ങി, ഒട്ടേറെ തൊഴിൽ സംരംഭങ്ങൾ സന്നദ്ധ സംഘടനകൾ, മുസ്ലിം ലീഗ്, ജമിയത്തുൽ ഉലമ, അതേപോലെയുള്ള പല സന്നദ്ധ മാതൃക ലീഗ് സൃഷ്ടിച്ചു. ഈ MLA തന്നെ മുൻകൈ എടുത്തിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ കൊടുത്തു, MLA മുൻകൈ എടുത്തിട്ട്. എന്നിട്ട് ഗവൺമെൻറ് ഇതൊന്നും ചെയ്തില്ല. ഇതിനിടയ്ക്കൊരു വലിയ കാര്യം നടന്നു. ഈ കെട്ടിടം നടന്ന കെട്ടിട ഉടമകൾക്ക് കോൺഗ്രസ്, ഇന്റർനാഷണൽ കോൺഗ്രസ് 5 ലക്ഷം രൂപ, അതുപോലും ഇവർ പറയുന്നില്ല. കൊടുത്ത കാര്യങ്ങൾ കോൺഗ്രസ് അല്ലേ പറയണ്ടേ? അതിലൊരു വിരോധാഭാസം. ചുരത്തിൻ്റെ താഴെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഞാൻ പോയിരുന്നു. അവിടെയൊക്കെ വ്യാപകമായ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഫ്ലെക്സും പ്രചാരവും നടക്കുന്നത്. വയനാട്ടിൽ ഫണ്ട് മുക്കി, വയനാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അതേസമയം ഈ യഥാർത്ഥ വിഷയത്തിലേക്ക് ഈ LDF തിരിച്ചു വരുന്നുമില്ല. അവർ ചോദിക്കുന്നത് ടൗൺഷിപ്പിൻ്റെ മഹത്വം പറയുന്നു എന്ന് മാത്രമാണ്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് 5 ലക്ഷം രൂപ വീതമാണ്. 5 ലക്ഷം രൂപ കോൺഗ്രസ് കൊടുത്തു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അണ്ണയ്യൻ. ഞാനത് ലൈവ് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. 12 ഏക്കർ ഭൂമി, ഒരുപാട് തൊഴിലാളികൾ, അണ്ണയ്യ ഒരുപാട് ആൾക്ക് നമുക്ക് നല്ല ബന്ധമുള്ള ആളാണ്. മാത്രമല്ല അയാൾ ഓട്ടോറിക്ഷ ഓടിച്ചു. ആ മനുഷ്യന്റെ കയ്യിൽ 5 ലക്ഷം കിട്ടുമ്പോ കൈ വറക്കും. അയാളൊരു ക്യാൻസർ രോഗി കൂടി. അയാള് ചികിത്സക്ക് പോലും ഈ സർക്കാർ ഒന്നും ചെയ്തു കൊടുത്തില്ല. അല്ല, അപ്പോ സാന്ദർഭികമായ ഒരു ചോദ്യം സാന്ദർഭികമായി,
ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അംഗവൈകല്യം സംഭവിച്ച ആളുണ്ട്, നിത്യരോഗികളായി മാറിയിട്ടുണ്ട്. സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആ നാട്ടുകാരനാണ്, അതിൽ സജീവമായി ഇടപെട്ട ആളാണ്, ആദ്യാവസാനം വരെ ഇപ്പോഴും ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ആ നിലക്കുള്ള ചോദ്യം, ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്ന ഒരാൾ എന്ന നിലക്കുള്ള ചോദ്യം. സർക്കാർ DM വിംസ് ഇല്ലെങ്കിൽ ഈ ആളുകളിൽ കുറച്ചുകൂടെ ആളുകൾ മരണപ്പെട്ടു പോകുമായിരുന്നു. DM വിംസാണ് ആളുകളെ യഥാർത്ഥത്തിൽ സൗജന്യ ചികിത്സ നൽകിയത്. അവിടെ ഗവൺമെൻറ്, എനിക്ക് തോന്നുന്നു അവിടെ ഒരു 60 ലക്ഷത്തിന് മുകളിൽ രൂപയുടെ ചികിത്സ നടന്നിട്ടുണ്ട് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി. ഗവൺമെൻറ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, പിന്നീട് അവരെ തുടർ ചികിത്സക്ക് ഈ മുസ്ലിം ലീഗിന് കീഴിലുള്ള PTH ആണ് അവരെ തുടർ ചികിത്സയും അവരെ പരിചരണവും നടത്തിയത്. ഇപ്പം നമ്മളെ അനുഭവമാണ് മുബീന, അബുക്ക, മുനീർ, ഇങ്ങനെയുള്ള ഒരുപാട് വലിയ രോഗികൾ, ഡയാലിസിസ് രോഗികൾ, ഹൃദയ സംബന്ധമായ കിഡ്നി പേഷ്യൻസ് മാത്രം, അവിടെ കിഡ്നി രോഗികൾ മാത്രം ഏകദേശം 9 പേരുണ്ട്. അവരെ ഡയാലിസിസിന് പോലുള്ള സൗകര്യങ്ങൾ പോലും ഈ ഫണ്ടിൽ നിന്ന് ചെയ്തു കൊടുത്തില്ല. അതിന് നിയമം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇതിൽ ഗഫൂർ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം, ഇതിൽ ഗൗരവമുള്ളൊരു കാര്യം, ഈ CPM ഇപ്പോൾ വ്യാപകമായി പറയുന്നത് കോൺഗ്രസ് ഫണ്ട് അടിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആപ്പിൽ ഒരു 5-8 കോടി രൂപ ആകെ വന്നിട്ടുള്ളൂ. അതിനൊരു ഭൂമി എടുത്തു, 5 ലക്ഷം വെച്ചിട്ട് ഒരു ഇത് തുറന്നു പറയേണ്ടത് കോൺഗ്രസ്സുകാരാ. അവിടെ ഒരു തെറ്റിദ്ധാരണ, അതായത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതെ, സർക്കാർ ഭൂമി എടുക്കാൻ എത്ര വർഷം പിന്നിട്ടു? ഒരു കൊല്ലെടുത്തില്ല സർക്കാർ. അവിടെ പാർട്ടി കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ സർക്കാരും ഒരു പാർട്ടിയും ഒരു സർക്കാരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പൊ അവര് 1.5 വർഷം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലും സ്ഥലം എടുത്തു. പിന്നെ വീടെവിടെ വെച്ചിട്ട് വസീഫ് വന്നു, അവിടെ കുടില് കെട്ടി. പക്ഷേ വയനാട്ടിൽ മറ്റൊരു പ്രശ്നമുണ്ട്. അത് പ്രചരിപ്പിക്കുന്നതിൽ UDF പരാജയപ്പെട്ടോ എന്നൊരു UDFിൻ്റെ നേതാവ് കൂടിയാണ് നിങ്ങളോട് ചോദിക്കാൻ. ഏത് ബ്രഹ്മാണ്ഡ അഴിമതി എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച CPMൻ്റെ പ്രാദേശിക നേതാവ് മണ്ണെണ്ണയുമായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയാ ഇന്നും CPMൻ്റെ ആഫീസിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ഒരുപാട് ഇരകൾ, ഏത് ബ്രഹ്മഗിരി പദ്ധതിയുടെ ഭാഗമായിട്ട് പണം നഷ്ടപ്പെട്ടവർ, അതിൽ CPMമാർ മാത്രമാണ്. അതിൽ കോൺഗ്രസ്സുകാരില്ല, BJPക്കാരില്ല, ലീഗുകാരില്ല. എന്തേ വസീഫും ടീം അത് ശ്രദ്ധിക്കുന്നില്ല? അതൊരു വലിയ മാനുഷിക പ്രശ്നമല്ലേ? അതും വലിയൊരു ദുരന്തമല്ലേ? എപ്പോഴും ആടിനെ പട്ടിയാക്കുക എന്നിട്ട് പട്ടിയെ തല്ലിക്കൊല്ലുക എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതേപോലെയാണ് CPM. ഈ ബ്രഹ്മഗിരി 120 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. മേപ്പാടിയിലെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പാർട്ടി മെമ്പർ 50 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് അതിന്റെ മാനസിക പ്രയാസം, വീട്ടിലാണ് ബോർഡ് പാർട്ടി കുടുംബ 50 ലക്ഷം രൂപയാ. അയാൾ മരിച്ചുപോയി. അയാൾ ഇതിന്റെ ഇരയാണ്. അവരെ CPM കൊന്നതാണ്. വിജയേട്ടന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന, അല്ലെങ്കിൽ വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോരാടുന്ന ഇടതുപക്ഷം വയനാട്ടിൽ ഭയങ്കര പോരാട്ടമുണ്ട്. അവിടെ ഇബ്രാഹിം വിജയേട്ടന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു കോൺഗ്രസ്. നേരെ മറിച്ച് ഈ ഇബ്രാഹിംക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാര് ഈ മാർക്സിസ്റ്റ് പാർട്ടിന്റെ നേതാക്കളെ ഓഫീസിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം വെക്കണ്ടേ? അത് വെക്കണം. പിന്നെ മറ്റൊരു കാര്യം, അതിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിൽ വലിയൊരു കാര്യം, കോൺഗ്രസിനേക്കാൾ വലിയ പണപ്പിരിവ് CPM നടത്തിയിട്ടുണ്ട്. വ്യാപകമായിട്ട് പ്രചരണം നടക്കുന്നത് ടൗൺഷിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. വീണ്ടും ഞാൻ ടൗൺഷിപ്പിലേക്ക് തന്നെ വരാം. വലിയ പ്രചരണം നടക്കുകയാണ്. മുസ്ലിം ലീഗ് വീട് കൊടുത്തു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് നിങ്ങൾ, സംഘാടകനാണ്. 3 ബെഡ്റൂമുണ്ട്, നല്ല സൗകര്യമുണ്ട്. പക്ഷെ അവർക്ക് ചാവി കൊടുക്കുമ്പോൾ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് അവർക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തത്. കൽപ്പറ്റയിൽ ടൗൺഷിപ്പിൽ കൊടുത്തപ്പോൾ വെറും ചാവി മാത്രമാണ് കൊടുത്തത്. ഇന്ന് വരെയും അവർക്ക് അവിടെ കയറിക്കൂടാൻ വേണ്ടി കഴിഞ്ഞില്ല. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. അത് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അത് ശരിയല്ല, ഇത് ഇരകളോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് MLA പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൂക്കി വിളിച്ചത്. ആ കൂക്കി വിളി ശരിക്കു പറഞ്ഞാൽ കേരളീയരെ അല്ലെങ്കിൽ വയനാട്ടുകാരെ, MLA നേരിട്ടറിയാവുന്ന എല്ലാവരെയും സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അത് കണ്ടു നിന്ന മുണ്ടക്കയിലെ സഹോദരിമാർ കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ചോരയിൽ, ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്താണ് CPM ഈ രൂപത്തിലേക്ക്, വളരെ മോശമായ രൂപത്തിലേക്ക്, അധികാര പ്രമത്തത മൂലമാണോ, അല്ലെങ്കിൽ ആശങ്ക കൊണ്ടാണോ, അല്ലെങ്കിൽ MLA അടക്കമുള്ളത് ജനകീയത കണ്ട് ഭയന്നിട്ടാണോ, അതുമല്ലെങ്കിൽ
ഇവരുടെ കാപ്പട്യം മറച്ചു വെച്ച് വിഷയം വഴിതിരിച്ചു വിടാനാണ്? തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ MLA-യുടെ ഒരു സജീവത CPM-ന് വയനാട്ടിൽ വലിയ ഭയപ്പെടുത്തൽ ഉണ്ട്. CPM ഭയപ്പെട്ടു പോയിട്ടുണ്ട് MLA-ക്ക് മുമ്പിൽ. അതുകൊണ്ടാണ് MLA-ക്കെതിരെ ഒരു മാർച്ച് നടത്തുമ്പോൾ അവർ ബാനറിൽ എഴുതി വെച്ചത് ക്രിമിനൽ മാഫിയ കൊട്ടേഷൻ നേതാവ് എന്നാണ്. ആര്? ടി സിദ്ദീഖ്. ടി സിദ്ദീഖ് ആരാണ് എന്നുള്ളത് ഈ നാട്ടിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ തന്നെ സിദ്ദീഖിനെ പരിചയം. എത്രമാത്രം വേഗത്തിലാണ് അയാൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് അടുത്തത്. അത് CPM-നെ ഭയപ്പെടുത്തുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, MLA-യെ തകർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ CPM-ന് വരാം എന്നാണ് CPM ധരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. CPM ഇതിൽ മനസ്സിലാക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് സിദ്ദീഖിനെ അറിയാം, ഇവിടെ ലീഗ് ചെയ്തതും കോൺഗ്രസ് ചെയ്തതും ആരാണ് ദുരന്തബാധിതരെ ചേർത്തു നിർത്തിയത് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പക്ഷെ പുറത്തുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ വയനാട് ഫണ്ട് മുക്കി എന്ന് പറയാം. 10 കോടി തന്നെ കോൺഗ്രസ് പിരിച്ചു നോക്കുക, എന്തായാലും ഒരു 5-8 കോടി അവർ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ 100 കോടി രൂപ പിരിച്ച CPM 9 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ. അത് മാത്രമല്ല 1600-ലധികം കോടി രൂപ, അത് 774 കോടി രൂപ ജനങ്ങൾ കൊടുത്ത പണവും 529.5 കോടി രൂപ ദീർഘകാല വായ്പ പലിശരഹിത കേട്ടോ. കേന്ദ്രം ഒന്നും തന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ പലിശരഹിതമായി 50 വർഷം കഴിഞ്ഞിട്ട് ഈ വാങ്ങിയ പൈസ കൊടുത്താൽ മതി. അതുകൂടാതെ 263 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗ്രാൻഡായിട്ടും 153 കോടി രൂപ CMDRFിലേക്ക് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തും വിളിച്ചു പറയാം എന്നൊരു സ്വഭാവത്തിലേക്ക് CPM മാറുന്നുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ആ പൊസിഷൻ, അയാൾ ആര് എന്നുള്ളതല്ല, ആ പൊസിഷൻ ഒരു മഹത്വമുണ്ട്. CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി ഇന്ന് പച്ച നുണ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞു ശ്രുതിയുടെ വീട് സിദ്ദീഖ് പറ്റിച്ചു എന്നുണ്ട്. ശ്രുതിക്ക് ആക്ഷേപമില്ല. ശ്രുതി CPM-നോട് പരാതി പറഞ്ഞിട്ടില്ല. ശ്രുതിക്ക് വീട് കൊടുക്കാമെന്ന് പറയുന്ന ഫിലോക്കാലിയ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വസ്തുത അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനില്ലേ? എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളിൽ വിളിച്ചു പറയാനോ? ഇതിൻ്റെ അജണ്ട എന്താണ്? ശരി, അതിൽ നമ്മൾ പറയാറുണ്ട്, സത്യം ചെരുപ്പ് ധരിച്ച് നടക്കുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും എന്നുള്ളൊരു ചൊല്ലുണ്ട് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അത് നുണ ആദ്യം തന്നെ വ്യാപകമായി പരക്കും, സത്യം എത്തുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഏതൊരു കാര്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു തരംഗം ആദ്യം ഉണ്ടാവും, പിന്നെ അതിനെ പ്രതിരോധിച്ച് വരണം. ബോധപൂർവം പറയുന്ന നുണകളാണ്. ഞാൻ ഇന്നൊരു മുതിർന്ന സഖാവിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞത്, ആ വരുത്തന് അങ്ങനെ പറഞ്ഞത്, അയാൾ പാർട്ടിയിലേക്ക് പഴയ MSF-കാരനാണ് അയാൾ ആ വരുത്തന് സഖാവ് PA മുഹമ്മദിൻ്റെയോ സഖാവ് ശശീന്ദ്രൻ്റെയോ സഖാവ് ഗഗാറിൻ്റെയോ ഒന്നും മഹത്വം അല്ലെങ്കിൽ അവരിരുന്ന ആ ചെയറിനോടുള്ള ബഹുമാനമൊന്നുമല്ല. അയാളൊരു കാട്ടിക്കൂട്ടൽ നടത്തുന്ന ആളാണ്. മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമാണത്. ഒരു മുതിർന്ന സഖാവ് തന്നെ എന്നോട് പറഞ്ഞു. മുകളിൽ കടകളുണ്ടായിരുന്നു, ആ കടകൾ മുഴുവൻ പോയി. ആ കടകളിൽ നിറയെ വസ്തുക്കളുണ്ടായിരുന്നു. അതൊന്നും 1 രൂപ അതിന് നഷ്ടപരിഹാരം ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. ഒരു പുതിയ ആൾക്ക് ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിൽ ഒരു കട ആരംഭിച്ചു കൊടുത്തില്ല. അവിടെ ടാക്സി തൊഴിലെടുത്തിരുന്ന 250-ലധികം പേര് ടാക്സിക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു കൊടുത്തില്ല. എസ്റ്റേറ്റ് തോട്ടം പരിചരണത്തിൻ്റെ കൂടെ കന്നുകാലി പരിചരണം ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോഴും ചൂരൽമലയിൽ പോയ അനാഥ പശുക്കൾ ഇങ്ങനെ നടക്കുന്ന കാണാം. ഒരാൾക്കും ക്ഷീര കർഷകർക്ക് അതിൻ്റെ ഒരു സഹായം നൽകിയിട്ടില്ല. ഇവർ പിന്നെ എന്ത് പുനരധിവാസം എന്ന് പറയുമ്പോൾ ഒരു വീട് കൊടുക്കൽ കൊണ്ടായില്ലല്ലോ. അത് മാത്രമല്ല, അവിടെ ഈ മത്തായി കമ്മീഷൻ്റെ കുറ്റിയുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് വരുന്ന ആളുകൾക്ക് മാത്രമാണല്ലോ വീടും കൊടുക്കുന്നത്. സന്നദ്ധ സംഘടനകൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് വീടുകൾ കൊടുത്തു. അവരൊക്കെ ഒന്ന് താമസിക്കാൻ തുടങ്ങി. സർക്കാരിനേക്കാൾ വേഗതയിൽ അവിടെ സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ജമിയത്തുൽ ഉലമ വീട് പൂർത്തീകരിച്ച് കൈമാറ്റം ചെയ്തു. സംസ്ഥയുടെ തമിഴ്നാട് ഘടകം ജമാഅത്തുൽ ഉലമ തമിഴ്നാട് വീട് കൊടുത്തു കഴിഞ്ഞു. പിലോക്കാലിയെ കുറേ വീട് കൊടുത്തു. ചെറുകിട കോറി അസോസിയേഷൻ കൊടുത്തു.
മുജാഹിദ് വിഭാഗങ്ങൾ ISM മുജാഹിദ് വിഭാഗങ്ങളും ഒക്കെ വീട് കൊടുത്തു കഴിഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുടെ വീടിൻ്റെ 30ഓളം വീടിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട വ്യക്തികൾ, വ്യാപാരികൾ, മജ്ലിസ് മണ്ണാർക്കാട് എന്ന് പറഞ്ഞൊരു കോളേജ് അവരിവിടെ 10ഓളം വീടുകൾ ചെയ്ത് തീർത്ത് കൊടുത്തു. എറണാകുളം മഹല്ല് കൂട്ടായ്മ, എറണാകുളം മഹല്ല് കൂട്ടായ്മ 27ഓളം വീടുകൾ, പെന്തക്കോസ്ത് സഭ, CSI സഭ, ഇവരൊക്കെ വീടുകൾ കൊടുത്തു കഴിഞ്ഞു. അതെ, വാഴവറ്റ ഇവിടെ നമ്മുടെ കത്തോലിക്ക സഭയുടെ കാലിക്കറ്റ് രൂപതയുടെ ആളുകൾ ഇവിടെ മൂപ്പൈനാട് വളരെ ടൗണിനോട് ചേർന്നിട്ട്, സെൻറ് ജോസഫ് സ്കൂളിനോട് ചേർന്നിട്ട് 1 ഏക്കർ ഭൂമി ഇപ്പോൾ 10 കുടുംബങ്ങൾക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യാത്തത് ഗവൺമെൻറ്റാണ്. എത്ര കോടി വെച്ചിട്ട്, 1600-ലധികം കോടി കൈവശം വെച്ചിട്ട് ഗവൺമെൻറ് 178 വീട് പോലും പൂർത്തീകരിച്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല, വാതിൽ വെക്കാത്ത വീടുകളുടെ താക്കോല് കൊടുത്തു. വാതിൽ വെച്ചിട്ട് വേണ്ട താക്കോല് കൊടുക്കാൻ. ദുരന്തത്തിൻ്റെ ആദ്യ നാളുകളിൽ വീടുകളുടെ ഓഫർ ഒരുപാടുണ്ടായിരുന്നു. 1100 ചില്ലാനും വീടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ വീട് വാഗ്ദാനം ചെയ്ത ആളുകളെയൊക്കെ സർക്കാർ ഒന്ന് വിളിച്ചുകൂട്ടി അതെ ഒരുമിച്ചൊന്നിരുന്ന് ഒരു പദ്ധതിയും പരിപാടിയൊക്കെ ആവിഷ്കരിച്ചുവെങ്കിൽ ഈ പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ. വളരെ പെട്ടെന്ന് അവർ താമസിപ്പിക്കാൻ പറ്റും, എല്ലാവർക്കും വീട് കൊടുക്കാമായിരുന്നു. അതെ അതെ അതെ. ആ പ്രദേശത്ത് 3 വാർഡുകളിൽ താമസിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ വീട് കൊടുക്കാമായിരുന്നു. സർക്കാർ കോവിഡിനെ, 1ാം പിണറായി ഗവൺമെൻറ് കോവിഡിനെ മുതലെടുത്ത പോലെ ഇതിനെ മുതലെടുക്കണമെന്ന് ഉദ്ദേശിച്ചു. അതുകൊണ്ടാണ് ഈ ദുരന്തത്തെ ചാകരയാക്കണം എന്നവർ ഉദ്ദേശിച്ചു. ഈ ദുരന്തത്തിലെ പുനരധിവാസം വെച്ച് അടുത്ത തവണ 3ാം തവണയും പിണറായിക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമാണ് സന്നദ്ധ സംഘടനകൾക്ക് കൂടി അവിടെ കൽപ്പറ്റ ടൗൺഷിപ്പിലോ അല്ലെങ്കിൽ മേപ്പാടിയിലെ ഏതെങ്കിലും എസ്റ്റേറ്റ് ഭൂമിയിലോ ഭൂമി കൊടുത്തിട്ട് വീട് അവർ നിർമ്മിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതിനെല്ലാവരും വില്ലിങ് ആയിരുന്നു. പക്ഷേ ഗവൺമെൻറ് വീട് സ്ഥലം കൊടുക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഗവൺമെൻറ് അതിൽ ഉദ്ദേശിച്ചത് ഇത് മുഴുവൻ വളരെ കൃത്യമായി തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3ാം പിണറായി ഗവൺമെൻറ് കൊണ്ടുവരാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി. അതിൻ്റെ പേരിലാണ് അവരതിന് സമ്മതിക്കാതിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരുടെ ഈ ടൗൺഷിപ്പ് എന്നുള്ള പറയുന്നുണ്ട്. ഇവർ ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നതിൽ ഏതൊക്കെ സ്ഥാപനം അവരവിടെ കൊണ്ടുവരുന്നത്? ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല അവർക്ക്. അവിടെ പള്ളി വേണ്ട, പള്ളി അവിടെ ഉണ്ട്, അമ്പലമുണ്ട്, ചർച്ചുണ്ട്, സ്കൂൾ അതിൻ്റെ അടുത്ത് തന്നെ 2-3 ഹൈസ്കൂളുണ്ട്. കൂടിയിട്ടുണ്ടെങ്കിൽ കൽപ്പറ്റ ടൗണിലുള്ള LP സ്കൂൾ അങ്ങോട്ട് മാറ്റാൻ ഒരു അംഗൻവാടി എടുക്കുക. അതല്ലാതെ എന്ത് ടൗൺഷിപ്പ് എന്ന എന്ത് കാര്യത്തിൽ അവർ പറയുന്നത്?